അഗ്നിപരീക്ഷയിൽ ഗസ്റ്റായി വന്നിരിക്കുകയാണ് ഡോക്ടർ രജിത് കുമാർ, വീണ നായർ. നാളെ വരുന്നു നാദിറ സെറീന, അടുത്ത ആഴ്ച വരുന്നു കിടിലം ഫിറോസ്, പൊളിഫിറോസ്. അങ്ങനെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വീക്കെൻഡ് കാ വാർ. സത്യം പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെയാണ് വീക്കെൻഡ് കാ വാർ ഉള്ളത്. അതായത് വീക്കെൻഡിൽ ഭയങ്കരമായ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് സൽമാൻ സാർ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്ററൊക്കെ വരും. പക്ഷെ മലയാളത്തിൽ വീക്കെൻഡ് കാ വാർ ഇല്ല. അപ്പൊ അഗ്നിപരീക്ഷയിലെങ്കിലും ആ പേര്, ആ വീക്കെൻഡ് വാർ എന്നുള്ള ഒരു പേര് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി ഉള്ളത് പറയാമല്ലോ. പക്ഷെ പരിപാടിയൊക്കെ ബോറാണ്. ഇന്നും 4 പേര് ഔട്ടായി. അന്താരാഷ്ട്ര കോളം ചാടൽ മത്സരത്തിന്റെ ഭാഗമായി കുറച്ച് പേര് ഔട്ട് ഹൗസിലും കുറച്ച് പേര് സേഫും ആയി. സാധാരണ ഔട്ട് ഹൗസിലുള്ളവരാണ് ഔട്ടാക്കുന്നത്. പക്ഷെ ഇന്ന് വീണ്ടും അവരുടെ ഇടയിൽ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ വീണ്ടും ഡിബേറ്റ് ഒക്കെ വെച്ച് എങ്ങനെയോ തോന്നും പോലെ 4 പേരെ പിടിച്ചു ടപ്പേ എന്ന് പറഞ്ഞ പോലെ എവിക്ട് ചെയ്ത് വിട്ടു. ഒരു 5 മിനിറ്റത്തെ പ്രൊമോ നാളത്തെ എപ്പിസോഡ്. സത്യം പറയല്ലോ, 1 മിനിറ്റത്തെ പ്രൊമോ കണ്ടിട്ടുണ്ട്, 2 മിനിറ്റത്തെ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ട്, 3 മിനിറ്റത്തെ ട്രെയിലറും കണ്ടിട്ടുണ്ട്. ഇത് 5 മിനിറ്റുള്ള ഒരു പ്രൊമോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊമോ 5 മിനിറ്റ് ഒക്കെ കാണുന്നത്. അതെ, നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5 മിനിറ്റ് ഉണ്ട് നാളത്തെ പ്രൊമോ. അതായത് നാളെ ആരൊക്കെയാ ജഡ്ജസ്, ആരൊക്കെയാ നാളെ കഥ പറയുന്നത്, ആരൊക്കെ എങ്ങനെയൊക്കെ നാളെ ടാസ്ക് കളിക്കുന്നു, എന്തൊക്കെ ടാസ്കുകളുണ്ട്, ആരൊക്കെ ഡേഞ്ചർ സോണിൽ വരുന്നു, നാളത്തെ കഥയിലെ ട്വിസ്റ്റ് എന്താണ്, ആരാണ് ഔട്ട് ആവുന്നതെന്ന് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും നാളത്തെ എപ്പിസോഡിലുണ്ട്. നാളത്തെ എപ്പിസോഡ് പ്രൊമോയില് ഇന്ന് കാണിച്ചതിലും ഉണ്ട്. ഗെയിമൊക്കെ അറിയാലോ, ബോറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജഡ്ജസിന് സ്പെഷ്യൽ പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആന പവറാണ് കേട്ടോ, ആന പവർ. പിന്നെ ഇന്ന് കുറച്ച് കണ്ടസ്റ്റൻസിനെ ഞാൻ എക്സ്ട്രാ അധികം നോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ എൽദോ ശരിക്കും ഒരു സൈലന്റ് കില്ലർ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മിണ്ടാതെ ഇരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എൽദോ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ നോക്കും, വേറെ ഒന്നും എൽദോ മിണ്ടൂല. എൽദോയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന് എൽദോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് വന്നത് ആരായിരുന്നു? ആ ആള് അതിനങ്ങ് പൊളിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട്. എൽദോ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, മൊത്തം ഫേക്ക് ആണെന്ന് പറഞ്ഞു. ഇന്നത്തെ ഡിബേറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൊള്ളായിരുന്നു. ഡിബേറ്റ് ആയിരുന്നു കാണാൻ ഭംഗിയുണ്ടായിരുന്നത്. രാകേഷും പ്രവീണും കൂടി ഡിബേറ്റ് ഉണ്ടായിരുന്നു. സോനയും ഷിബിനയും കൂടി, അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റും ഉണ്ട്. അപ്പം ഷിബിന പറയുന്നത് സോന ഡിസേർവിങ് അല്ല എന്നുള്ള ലെവലിൽ ഷിബിന സംസാരിക്കുന്നുണ്ട്. എൽദോയും പാർവതി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എൽദോയെ പറ്റി. എന്നിട്ട് പാർവതി ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. ദെൻ അമൃത, അഫിയാനാസ് ഇന്നും സേഫാണ്. എങ്ങനെയാണ് ഇതിനകത്തെ പഴങ്ങൾ മാത്രം സേഫായി, ഇതിനകത്ത് കളിക്കുന്നവരും അല്ലെങ്കിൽ വാ തുറക്കുന്നവരും ഔട്ട് ആവുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വാട്ട് എ മാന്ത്രിക ശക്തി ഈസ് ആക്ച്വലി വാസ് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഓഗസ്റ്റ് 22 എപ്പിസോഡ് 8 റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അഗ്നിപരീക്ഷയുടെ. സോ ആദ്യമായി എൻ്റെ മൂളറ്റ് മീഡിയയിലേക്ക് ഇടിച്ചു കയറി വരുന്ന എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചവിട്ടി പൊട്ടിക്കുക, എന്നിട്ട് ലൈക്ക് കൂടി ചെയ്യുക. എനിക്കൊരു മോട്ടിവേഷനും കോൺഫിഡൻസും ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് FBയിലോ ഇൻസ്റ്റയിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇപ്പൊ യൂട്യൂബിലുള്ള ആ ഒരു ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴ്ന്ന കമന്റ് ആയിട്ട് പറയും, ഞാൻ കേൾക്കട്ടെ. അപ്പോ ഇന്ന് വീക്കെൻഡ് കാ വാറാണെന്ന് റനീഷ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മുടെ മത്സരത്തിൽ 20 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. ഇന്നിപ്പോ 4 പേരെ ഔട്ടാക്കി, പിന്നെ ബാക്കി 16 പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി 4 പേരെ കൂടി ഔട്ടാക്കിയിട്ട് 12 ആണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നതെന്നാണ് അറിയാനായിട്ട് പറ്റുന്നത്. ഞാൻ അറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയാത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കിടിലം ഫിറോസും പൊളിഫിറോസും വരും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങളോട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കാരണം അവരുടെ ആയിരുന്നു സെറ്റിൽ ഇരുന്ന ഫോട്ടോസ് ഒക്കെ ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സാധനമായിരുന്നു. നമ്മുടെ രജിത് കുമാറും ബിഗ് ബോസിലേക്ക് നമ്മുടെ വീണയും, അഗ്നിപരീക്ഷയിലോട്ട് വീണയും വന്നത്. അവരായിരുന്നു ഇന്നത്തെ ജഡ്ജസ്. സീസൺ 2 വീണയും സീസൺ 2 രജിത് കുമാറും. 2 പേരും വന്ന് ഇരുന്നു. അവർക്ക് സ്പെഷ്യൽ പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ പവറൊന്നും വരില്ല. ഇവർക്ക് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അവർ തോന്നിവാസം പറയും, അത്രേ ഉള്ളൂ. ഇനി ഇൻഫിനിറ്റി പെൻഡന്റ് ഇന്നലെ കിട്ടിയ ഷാമോൻ, എൽദോ, രാകേഷ്, ഇവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇമ്മ്യൂണിറ്റി തന്നെയാണ്, അത് അവസാനമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്തിനാണ് ഈ ഷാമോനും രാകേഷും എൽദോയും എന്തിനാണ് ഇന്നത്തെ ടാസ്ക് കളിച്ചത് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. സത്യം പറയാം, എനിക്കറിഞ്ഞൂടാ എന്തിനാണ് ഇവരൊക്കെ ഈ ടാസ്ക് കളിച്ചതെന്നുള്ളത്. കാരണം ഇവർ സേഫാണ്. അപ്പം ഇവർ ഓൾറെഡി തന്നെ സേഫാ. ഇവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നവർക്ക് സേഫ് പ്ലസ് ഒരു എക്സ്ട്രാ ഒരു പവറും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നേനെ. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഇതവർ ടാസ്ക് കളിക്കുമ്പോൾ എന്തായാലും തോറ്റാലും ജയിച്ചാൽ അവർ സേഫ് ആണ് എന്നുള്ള ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് ഇത്തിരി ഡിസപ്പോയിന്റിങ് ആയിരുന്നു. മാത്രമല്ല ഇന്ന് എൽദോയെ കുറെ വലിച്ചു കയറി പാർവതി ഒട്ടിക്കുന്നുണ്ട്. ആ പോർഷനിലോട്ട് വരാം. നമ്മുടെ ഡിബേറ്റ് അടിപൊളിയായിരുന്നു. മാസ്ക് ഓഫ്, അതായത് കഥ പറയിക്കൽ സെക്ഷനിൽ ഇന്ന് പൂജ, ഷിജുലാല്, എൽദോ, താഷി, ഇവർ 4 പേരും കഥ പറഞ്ഞു. അതിനകത്ത് താഷിയുടെ കഥയിൽ
താഷി ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് എന്നുള്ള സാധനം താഷി തന്നെ റിവീലായി കുറെ എയറിൽ കയറി പോകുന്നുണ്ട്. ഷാമോനും ഷിജിനും ഒക്കെ അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ഇസ് താഷിസ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിനി ഫയർ ആവുന്നുണ്ട്. ദെൻ അടുത്ത ഇന്നത്തെ ടാസ്ക് മുട്ട് കക്ഷി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു 6 പെട്ടിയുടെ ബോർഡർ പോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ റനീഷ പറയാണ് 3 എന്ന് പറയുമ്പോൾ അവിടെ 20 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഓരോരുത്തരും ഈ മൊത്തത്തിൽ 6 കോളം ഉണ്ട്. അപ്പൊ 3 പേരുള്ള ഈ 6 ഗ്രൂപ്പായിട്ട് മാറുക. 3 പേരുള്ള 6 ഗ്രൂപ്പായിട്ട് പറഞ്ഞ് മനസ്സിലായോ? അതായത് 6 കോളമേ ഉള്ളൂ. അപ്പൊ 3, 6, 9, 12, 15, 18. അപ്പൊ 20 കണ്ടസ്റ്റൻസ് ഉണ്ട്. ബാക്കി ആരൊക്കെയാ? 2 പേര്. ഗ്രൂപ്പ് ചേരാൻ പറ്റാത്ത 2 പേര് ഔട്ട് ആകും. അത് ഡിസ്കഷൻസിലൂടെയോ പിടിച്ചു പറിച്ചോ തട്ടിച്ചോ വെട്ടിച്ചോ നോ റൂൾസ്. എന്ത് ചെയ്യാം? 3 പേരുള്ള 6 ഗ്രൂപ്പായിട്ട് മാറണം. എന്നിട്ട് അടുത്ത റനീഷ പറയുന്നത് ഇപ്പൊ 5 എന്ന് പറയുകയാണെങ്കിൽ എത്ര? ഇപ്പൊ 20 പേരുണ്ട്. അപ്പൊ 5 പേരുള്ള 5 ഗ്രൂപ്പായിട്ട് മാറാം. പക്ഷെ പറയത്തില്ലെങ്കിൽ പിന്നെ ആരും ഔട്ട് ആവില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ഔട്ടായി പോകുന്നവരെല്ലാവരും ഔട്ട് ഹൗസിലോട്ട് പോകും. അവസാനം വരുന്ന ആൾക്കാർ ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനകത്ത് തുടക്കത്തിലെ തന്നെ സത്യം പറയാലോ, ഇന്നലെ വരെയൊക്കെ രാകേഷൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പൊ രാകേഷ് ഒരുമാതിരി എന്താ പറയുക, എനിക്ക് ഈ ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് രാകേഷ്. അല്ലേ, നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇന്നലെയും മെനിങ്ങാന്നൊക്കെ നമ്മൾ ചിരിച്ചേ. പക്ഷെ ഇന്നിപ്പോൾ ഞാനൊന്ന് ചിന്തിക്കുമ്പോഴാണ് രാകേഷ് ഈ കാണിക്കുന്ന വേലകൾ മൊത്തം ശ്രദ്ധിക്കപ്പെടാനും നോട്ടീസ് ചെയ്യാനും വേണ്ടി മനഃപൂർവ്വം ഒരുമാതിരി ഞാൻ കോമാളി, ചാണകത്തിന് വേണമെങ്കിലും ഞാൻ വീഴാം, ഞാൻ കോമാളി, ഞാൻ എൻ്റെ മുഖത്ത് എന്ത് വേണമെങ്കിലും തേക്കാം, ഞാൻ കോമാളി, എങ്ങനെയെങ്കിലും ജഡ്ജസിന്റെ അട്രാക്ഷൻ പിടിച്ച് പറ്റുക. ആ സാധനത്തിന് വേണ്ടിയിട്ട് രാകേഷിന്റെ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആസ് എ കോമാളി. ആ ഒരു കോമാളിത്തരമാണ് രാകേഷ് അവിടെ. ഞാൻ ആലോചിച്ചിരുന്നു തറയിൽ കിടന്നൊക്കെ വരവൊന്നും അവിടെ കിടന്നു. ഇല്ല ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ഇത് എന്തുവാ ഇത്. പക്ഷെ അവിടെ കറക്റ്റായിട്ട് ഷാമോൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഷാമോൻ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താ, ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ടല്ലോ, നിങ്ങളത് കളിക്കണ്ട എന്നൊക്കെ പ്രവീണ് പറയുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് രാകേഷ് കയറി ആദ്യമേ പറയുന്നുണ്ട് എന്താ, ഷാമൻ പറഞ്ഞത് ഇൻഫിനിറ്റി പെൻഡന്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ കളിക്കണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതൊക്കെ പ്രവീൺ എടുത്ത് ചോദിക്കുന്നുണ്ട്. രാകേഷ് ഇതിനിടെ കൂടെ വന്ന് എനിക്ക് വേണ്ടി മാറത്താ, ഞാൻ ഇൻഫിനിറ്റി പെൻഡന്റ് തരാം, മാറത്തരാം, എനിക്ക് വേണ്ടി മാറത്താം. അപ്പൊ ഞാന് ഇങ്ങനെയൊക്കെ പറ്റുമോ? അപ്പൊ തന്നെ അവർ വിളിച്ചു പറഞ്ഞ് ഇതൊന്നും ഇവിടെ നടക്കണ പരിപാടിയല്ല എന്ന്. അപ്പോ ഷാമോന്റെ അടുത്തും പ്രവീൺ പറയണം മാറ്, ഇത് വേണ്ട, പറ്റത്തില്ല, നിങ്ങളിൽ ഇതുണ്ടല്ലോ, നിങ്ങൾ സേഫ് ആവും, നമുക്ക് വേണ്ടി മാറത്താ. അപ്പൊ ഇല്ല അത് ഞാൻ പറഞ്ഞ് കളിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ ഷാമോനൊക്കെ അവിടെ എടുത്ത ഒരു ഡിസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാമോൻ ബേസിക്കലി എനിക്ക് കുറച്ച് അച്ചടി ഭാഷയുടെ വിഷയം ഷാമോൻ സംസാരിക്കുമ്പോൾ ഉണ്ട്. അത് പക്ഷെ നമുക്ക് ഗെയിമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ അനീഷിന്റെ കാര്യത്തിൽ കഴിഞ്ഞ സീസണിലെ അനീഷിന്റെ കേസിൽ നമ്മൾ അച്ചടി ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കുറെ കുറ്റം പറഞ്ഞതാണ്. പക്ഷെ അനീഷ് അവസാനം ഇപ്പൊ ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴും അനീഷ് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. സോ ചിലപ്പോൾ ഒരു പക്ഷെ അയാൾ അങ്ങനെ ആയിരിക്കാം ഷാമോൻ സംസാരിക്കും. നമുക്ക് അതിനെ ഒരിക്കലും ഗെയിമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് ലൈക്ക് an അച്ചടി ഭാഷ ഷാമോൻ സംസാരിക്കുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ പെൻഡന്റിന്റെ പേരിൽ അവിടെ കിടന്ന് വാഴക്ക് മാട്ടിയും കിടന്ന് ഞാൻ പറഞ്ഞല്ലോ ഇയാളുടെ ഉരുളക്കം, രാകേഷിന്റെ ഉരുളക്കവും കോമാളിത്തരവും എല്ലാം കഴിയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ്, ആ റൗണ്ട് അവസാനിക്കുകയാണ്. ആ റൗണ്ട് അവസാനിക്കുമ്പോൾ തുടക്കത്തിൽ 3 നമ്പർ പറയുന്നത്. അതായത് 3 പേരുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിയുക. അപ്പൊ മൊത്തം 6 എണ്ണോട്. അപ്പൊ 3 പേരുള്ള 6 ഗ്രൂപ്പായിട്ട് തിരിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 18 പേര് പോയിട്ട് ബാക്കി 2 പേര് ഔട്ടായേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ടീമിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കറക്റ്റായി. ഒരു ടീമിൽ ഷാമോന്, താഷി, പ്രവീണ്, പ്രണവ്, എൽദോ ഇവർ ഇത്രയും പേര് നിൽക്കണം. 2 പേര് മാറി കൊടുത്തേ പറ്റുള്ളൂ. ഡിസ്കസ് ചെയ്തോ എന്ന് പറയണം. ഡിസ്കസ് ചെയ്തിട്ട് എൽദോ മാറുന്നു, പ്രവീൺ മാറുന്നു, ഷാമോൻ മാറുന്നു. അപ്പൊ അയ്യോ ഇങ്ങനെ മാറണോ എന്നൊക്കെ അല്ല. അപ്പോഴും പ്രവീൺ, അപ്പൊ റിയാസ് അവിടെ ജഡ്ജസ് ചോദിക്കുക പ്രവീൺ അവിടെ മെജോറിറ്റി ഉണ്ടല്ലോ, പിന്നെ പ്രവീൺ എന്തിനാ മാറി കൊടുത്തത്, എന്തിനാ മാറേണ്ട ആവശ്യം എന്തോ എന്നിങ്ങനെ ചോദിച്ച് പിന്നെ എൽദോ എനിക്ക് വേണ്ടി സ്വിച്ച് ചെയ്യോ എന്ന് ചോദിക്കും. ഓക്കെ ഞാൻ സ്വിച്ച് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ പ്രവീണും ഷാമോനും മാറിക്കൊടുക്കുന്നു. ഡയറക്റ്റ് അവർ എങ്ങോട്ട് പോകുന്നു, ഔട്ട് ഹൗസിലോട്ട് പോകുന്നു. അപ്പോൾ ഇനി ബാക്കി 18 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. 18 കണ്ടസ്റ്റൻസ് ആണ് കളിക്കാനായിട്ടുള്ളത്. അപ്പൊ അടുത്ത റൗണ്ടിൽ റനീഷ പറയുന്ന നമ്പർ 5 ആണ്. അപ്പൊ 5 പേരെന്ന് പറയുമ്പോൾ 3 കോളങ്ങൾ മാത്രമേ ഫിനിഷ് ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം മൊത്തം 18 കണ്ടസ്റ്റൻസേ ഉള്ളൂ. അപ്പം 5, 10, 15 അടുത്ത 5, 20 പോകത്തില്ല. ബാക്കി 3 പേര് ഈ റൗണ്ടിൽ നിന്ന് ഔട്ട് ആവും. അതാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് വളരെ കിടിലനായിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും പെർഫോം ചെയ്യണം. ഈ ഫസ്റ്റ് ടീം കാണിച്ച അടി വഴക്കോ ഒന്നുമില്ല. അവരതെല്ലാം കണ്ട് കറക്റ്റായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അതിൻ്റെ ഇടയിൽ കൂടി നിന്നിട്ട് ഷിജു ആണെന്ന് തോന്നുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന്
നമ്മുടെ ഈ ഷിബിന നന്നായിട്ട് സംസാരിക്കുന്നില്ല, പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്നെല്ലാം കറക്റ്റായിട്ട് അവിടെ പറഞ്ഞ് നല്ലൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെവൽ സംഭവം കൊള്ളായിരുന്നു. അപ്പൊ പ്രവീണ്, താഷി, ശ്യാം ഇവർ 3 പേരും ബാക്കി വരുന്നു. അങ്ങനെ ഇവർ ഔട്ട് ഹൗസിലോട്ട് പോവാണ്. അപ്പൊ ഇനി ബാക്കി എത്ര പേരുണ്ട്? 15 3 പോയാൽ ഇനി 12 പേരുണ്ട്. 12 പേര്. ഈ 12 പേര് വെച്ചിട്ട് റനീഷ ആവാൻ പറയുന്നത് 11 പേരുള്ള ഒരു ഗ്രൂപ്പ്. അതായത് ഒരാൾ കറക്റ്റ് ബാക്കി വരും. അവസാന റൗണ്ടാണിത്. അപ്പം ഒരാൾ കറക്റ്റ് അല്ലല്ലോ, ഇനി ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 15 പേരുണ്ട്. ബാക്കി 15 പേരുണ്ട്. അപ്പൊ 15 പേരുള്ള അടുത്ത റൗണ്ട് പറയുമ്പോൾ റനീഷ പറഞ്ഞ 6 പേരുള്ള ഗ്രൂപ്പ്. 6 പേരുള്ളവർ 2 ഗ്രൂപ്പല്ലേ ആവാൻ പറ്റുള്ളൂ. കാരണം 3 6 ആകുമ്പോൾ 18 ആവും. മൊത്തം 15 പേരുള്ളൂ. അപ്പൊ 2 ഗ്രൂപ്പേ ആവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് 3 പേര് ഔട്ടാവും. പാർവതി, പൂജ, അമൃത ഔട്ട് ആവുന്നുണ്ട്. ഇതിനകത്ത് പാർവതി ഒരു ടീമിലേക്ക് വന്ന് ഒരു ടീം ഫോം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് പിരിഞ്ഞു പോയി. പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് പിരിന്ന് പോയാണ് പാർവതിയും പൂജയും അമൃതയും മാത്രം ബാക്കിയായി ഔട്ട് ആവുന്നത്. പിന്നെ ബാക്കി എത്ര പേരുണ്ട്? 12 പേരുണ്ട്. അപ്പൊ 11 പേരുള്ള ഒരു ഗ്രൂപ്പ് ആവാൻ പറയുകയാണ്. ഒരാൾ മാത്രം ബാക്കി വരും. അപ്പൊ അതിനകത്ത് ഷിബിന, വിശാഖ് ഇവർ 2 പേര് കയറാതെ നിൽക്കുകയാണ്. ഇവർ ആരെങ്കിലും ഒരാൾ കയറി കഴിഞ്ഞാൽ ടീം ഫിനിഷ് ആവും. അപ്പൊ ഇവര് കയറാൻ വേണ്ടിയിട്ട് ഇവർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ലെവലില് കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മൊത്തം ഔട്ടാവും. അപ്പൊ ആ ഒരു ലെവലിൽ കുറച്ച് നേരം തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ഷിബിനയ്ക്ക് അവിടെ നിന്ന് സോനയെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഷിബിന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിബിനയ്ക്ക് പക്ഷെ ആ ഒരു കേസിൽ പറ്റുന്നില്ല. ഷിബിനെ അളകുന്നെന്ന് പറയുന്നുണ്ട് ഷിബിനെയാണ് വെൽ ഡിസർവിംഗ് എന്ന്. രാകേഷ് പറയുന്നത് പക്ഷെ ആരും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം എല്ലാവരും പ്ലാൻ ചെയ്ത് ഷിബിനെ അങ്ങ് പുറത്താക്കുന്നു. അങ്ങനെ ഷിബിനെയും ഔട്ടായി നേരെ അങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഔട്ട് ഹൗസിലോട്ട് പോകുന്നു. അപ്പോൾ ഔട്ട് ഹൗസിലോട്ട് ആരൊക്കെ പോയി? ഷാമോൻ പോയി, അതുപോലെ എൽദോ പോയി, പ്രവീൺ പോയി, താഷി പോയി, ശ്യാം പോയി, പാർവതി, പൂജ, അമൃത, ഷിബിന. അപ്പൊ ഇത്രയും പേര് ഔട്ട് ഹൗസിലോട്ട് പോയി. 9 പേര് ഔട്ട് ഹൗസിലോട്ട് പോയി. ഈ ഔട്ട് ഹൗസിലോട്ട് പോയതിൽ നിന്നും പെൻഡൻസ് കിട്ടിയിട്ടുള്ള എൽദോയും ഷാമോനും ഡയറക്റ്റ് സേഫായി വീണ്ടും സേഫ് സോണിൽ വന്നു. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവർ പിന്നെ എന്തിനാണ് ഈ ടാസ്ക് ഇവർക്ക് കൊടുത്തത്? ഇതിന്റെ പവർ തീർന്നു, പിന്നെ എക്സ്ട്രാ ഒരു പവേഴ്സും ഇല്ല. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർ ഈ ടാസ്ക് കളിച്ചില്ലായിരുന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ തോറ്റിട്ട് ഇങ്ങനെയായി. കളിച്ചില്ലായിരുന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല. അടുത്ത് നമ്മുടെ വീണയോടും രജിത്തിനോടും പറയുകയാണ് എന്ത്? 3 പേരെ കൂടി നിങ്ങൾ പെർഫോമൻസ് ബേസിസിൽ എങ്ങോട്ട് വിടണം? ഔട്ട് ഹൗസിലോട്ട് വിടണം എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം വീണയും രജിത്തും കൂടി അളകനന്ദയും ഷിൻജിത്തിനെയും രചനയും ഇന്നത്തെ പെർഫോമൻസിന്റെ ബേസിസിൽ മാത്രം എങ്ങോട്ട് വിടുന്നു? നമ്മുടെ ഔട്ട് ഹൗസിലോട്ട് വിടുന്നു. ഔട്ട് ഹൗസിലോട്ട് വിടുമ്പോഴാണ് പിന്നെ റനീഷ പറയുന്നത് എന്താ, നമുക്കൊരു ഇൻ വേഴ്സസ് ഔട്ട് ടാസ്ക് കൊടുത്താലോ ഇവർ തമ്മിൽ എന്നുള്ള ഒരു, അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഫൈനലായിട്ട് ആരെയാണ് ഔട്ടാക്കുന്നത് തീരുമാനം. അപ്പൊ ഞാൻ ആലോചിക്കും, എന്തിന് പിന്നെ ഈ ഔട്ട് ഹൗസിൽ പോയിരിക്കുന്നവർക്ക് എന്ത് വാല്യൂ ആണുള്ളത്? അല്ലെങ്കിൽ കളി ജയിച്ചവർക്ക് എന്ത് വാല്യൂ ഉണ്ട്, തോറ്റവർക്ക് എന്ത് വാല്യൂ ഉണ്ട്? കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ എന്നുള്ളൊരു ലെവലിലാണ്. പക്ഷെ സത്യം പറയല്ലോ, എല്ലാ കോൺവെർസേഷൻസും ഡിബേറ്റും അടിപൊളിയായിരുന്നു ഇതില്. അതിനകത്ത് രാകേഷിന് സ്പെഷ്യൽ പവർ കൊടുക്കണം. രാകേഷിന്റെ കയ്യിൽ പെൻഡന്റ് ഉണ്ട്. അപ്പൊ രാകേഷ് സേഫ് സോണിൽ ഇരിക്കുന്നതുകൊണ്ട് രാകേഷിന് ആ പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. സേഫ് ആണ് എന്നുള്ളൊരു പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ രാകേഷിന് ഒരു പവർ കൊടുക്കുന്നത് 10 പേരെ ടീം ആക്കുക എന്നുള്ളതാണ്. എങ്ങനെ 10 പേരെ ടീം ആക്കുക? അപ്പൊ എന്തായാലും ഡിബേറ്റ് നടത്തണം. അപ്പൊ രാകേഷിന് അഗേൻസ്റ്റ് ആരെ ഡിബേറ്റ് നടത്തണം എന്നുള്ളത് രാകേഷിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ ടീം ഔട്ട് ഹൗസിൽ നിന്ന് ഒരാള്, സേഫ് ചെയ്യുന്ന ഒരാൾ, അപ്പൊ വീണ്ടും ഒരു ഡിബേറ്റ്. അങ്ങനെ രാകേഷിന് ആ 10 ടീമുകളും ആരാണെന്ന് ഇൻക്ലൂഡിങ് രാകേഷ് ഉൾപ്പെടെ ഡിസൈഡ് ചെയ്യാം എന്ന് പറയുകയാണ്. അങ്ങനെ രാകേഷ് ആദ്യം തന്നെ പ്രവീണിനെ ചൂസ് ചെയ്യുന്നു. ദെൻ സോന ഷിബിന, എൽദോ പാർവതി, അഫ്യാനസ് അമൃത, ഷിൻജിത്ത് ഷിജുലാല്, ശ്യാം ഷിജിന്, ലൊലിത അളകനന്ദ, ഷാമോന് താഷി, പ്രണവ് പൂജ, രചന വിശാഖ്. ഇവർ ഇത്രയും പേര് ചേർന്ന് ഫേസ് ഓഫ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡയറക്റ്റ്ലി നമ്മുടെ ഗസ്റ്റ് എന്ത് ചെയ്യാണ്? ഗസ്റ്റ് വിളിക്കുകയാണ്, രചന, പ്രവീണ്, പാർവതി, ഷിൻജിത്ത്, യു ആർ എലിമിനേറ്റഡ് എന്ന് പറഞ്ഞ് വിളിച്ച് പറയുവാണ്. അപ്പൊ ഇതിനകത്ത് ഇവരെല്ലാവരും ഔട്ട് ഹൗസിലുള്ളവരാണ്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, പിന്നെ എന്തിനാ ഇവർക്ക് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ കൊടുത്തത് നമുക്കത് കത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരിന്ന് ചിലപ്പം അത് കൺവിൻസ് ആയി, ഇത് കൺവിൻസ് ആയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ. പക്ഷെ ഇന്ന് കൊടുത്തപ്പോൾ ഞാൻ ഇതെന്ത് ഡാഷ് എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. നാളെയും എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഉണ്ട് എന്നവർ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നാളത്തെ ജഡ്ജസ് നാദിറയും സെറീനയാണ്. ആ ടാസ്കുകളെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന നമ്മുടെ മെയിൻ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളുമാണ്. അതൊക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ പറയുക. അപ്പോൾ ബൈ.